നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്ന സോയ ചങ്ക്സ് ആണ്. തേങ്ങാക്കൊത്തിട്ട് നാടൻ ശൈലിയിൽ ഒരു മീറ്റിൻ്റെ ഫ്ലേവറോട് കൂടി നമുക്ക് സോയ ചങ്ക്സ് എങ്ങനെ നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ രുചികരമായി പാചകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു 200 ഗ്രാം സോയ ചങ്ക്സ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം കളഞ്ഞ് പിഴിഞ്ഞാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ചെറുതായി ചോപ്പ് ചെയ്ത 1 ടീസ്പൂൺ ഇഞ്ചി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒപ്പം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളൊരു അരമുറി തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 2 കഷ്ണം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അല്പം കനം കൂട്ടി അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു 3 സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയൊന്ന് പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ സവോളയും തേങ്ങാക്കൊത്തും നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ കറികൾ വെക്കാവുന്നതാണ്. വറുത്തരച്ച് വെച്ചാൽ വളരെ നല്ലൊരു കറിയാണ്. ഇറച്ചിക്കറി പോലും തോറ്റു പോകുന്ന രീതിയിൽ നന്നായിട്ട് നല്ല രുചിയോടുകൂടി വറുത്തരച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോയ ചങ്ക്സ് ഉലർത്തിയെടുക്കുന്നതും നല്ലൊരു രുചി തന്നെയാണ്. നമ്മുടെ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയുടെ ഫ്ലേവർ മുന്നിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അതോടൊപ്പം കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ. ഒപ്പം നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പെരിഞ്ജീരകം ഒന്ന് എണ്ണയിൽ നമ്മളൊന്ന് പൊട്ടിച്ചെടുത്തായിരുന്നു. എന്നാലും അതുകൂടാതെ നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മസാല നന്നായിട്ട് മൂത്ത് വന്നതിൻ്റെ ഒരു മണം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നന്നായിട്ട് നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെയും ഗരം മസാലയുടെയും കുരുമുളകിൻ്റെയും എല്ലാം നല്ലൊരു രുചി കയറി വന്നിട്ടുണ്ട്. ഒപ്പം തേങ്ങാക്കൊത്തിൻ്റെ
രുചി കൂടി ഇതിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് അല്പം ലെമൺ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ചെറിയൊരു പുളിയുള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ സോയാ ചങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് വീടുകളിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം.